ഗുഡ് മോർണിംഗ് ഗായ്സ്. കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീക്ക് തുടങ്ങുകയാണ്. ഇന്നിപ്പം ഇവിടെ മൺഡേ. അപ്പം ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേ തീർന്നുകൊണ്ട് അവരെന്നോട് ചോദിച്ചു മൺഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു, കാരണം 6 ദിവസം വർക്ക് ചെയ്തതാണ്. വേണമെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്താലും മതിയായിരുന്നു. ഞാൻ ഓക്കെ മൺഡേ പറഞ്ഞു. പക്ഷേ അന്ന് അവരെനിക്ക് ട്രിപ്പൊന്നും തന്നില്ല. അപ്പം അതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. കാരണം തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് വേണം പിന്നെ എന്തെങ്കിലും ട്രിപ്പ് സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് അവരെന്നെ വിളിച്ചു. അപ്പം വിളിക്ക് വേണ്ടി ഞാനിങ്ങനെ വിളിക്ക് വേണ്ടിയില്ല, ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോഴേ ലേറ്റായിട്ടായിരുന്നു കിടന്നത്. പക്ഷേ അവർ വിളിച്ച സമയത്ത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അവരെ തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ഒരു അർജൻറ്റ് ലോഡായിരുന്നു, അത് ഓൾറെഡി വേറെ ഒരാൾക്ക് കൊടുത്തു, നിനക്കിപ്പോൾ ലോഡൊന്നും ഇല്ലെന്ന്. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പം അവർ പറയുന്നു എന്താ ഫ്രീവേ ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കുണ്ട്, 600 മൈലാണ്, പോകാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഫ്രീവേ ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ന്യൂയോർക്ക് സിറ്റി തന്നെയാണ് വരുന്നത്. സിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് വരുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ഈ ഡയറക്ഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ന്യൂയോർക്ക് മൊത്തം കവർ ചെയ്ത് അപ്പുറത്ത് പോകണം, അവിടെയാണ് വരുന്നത്. ഇവിടെ ന്യൂയോർക്ക് പോകാൻ ഇതാണ് പ്രാന്താവും, അപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നത്. ഞാൻ പറഞ്ഞു സോറി അത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ ഇപ്പം വേറെ ട്രിപ്പൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇതാക്കി ഫോൺ വെച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ട്രിപ്പൊന്നും കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കോള് വന്നു. ഓക്കെ നിങ്ങൾക്ക് ആ സാറിൽ എപ്പോൾ വരാൻ പറ്റും? ഞാൻ പറഞ്ഞൊരു 2 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ 11 മണിയിൽ നിന്ന് ഇടാം, അവർക്ക് 2-3 ട്രിപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് തരാം, ഒന്നെങ്കിൽ കെൻഡക്കി ആയിരിക്കും അല്ലെങ്കിൽ വിസ്കോൺസിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ യാടി വന്നു, ട്രെയിലറൊക്കെ ഹുക്ക് ചെയ്തു. എംടി ട്രെയിലറാണ്. യാടി വന്നപ്പോഴാണ് പണി വന്നത്. അപ്പോൾ അവർ പറഞ്ഞു സാധനം ഓൾറെഡി ഷിപ്പറിൻ്റെ അടുത്താണുള്ളത്, വിൻസറിൽ നിന്ന് തന്നെയാണ് ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എംടി ട്രെയിലർ യാടിയിൽ നിന്ന് ഹുക്ക് ചെയ്തുകൊണ്ട് പോകണം, എന്നിട്ട് നമ്മൾ ഷിപ്പറിൻ്റെ അടുത്ത് വന്നിട്ട് ലോഡ് പിക്ക് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഷിപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒരുവിധം ഓടി നമ്മൾ ഷിപ്പറിൻ്റെ അടുത്ത് വന്നു. നമ്മൾ ഡോക്കിലിട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവരുടെ ലോഡിങ്ങിന് വേണ്ടി. ഇവിടെ നിന്ന് നമുക്ക് അധിക ദൂരമൊന്നുമില്ല, ഒരു 8 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പം ഇതാണ് മറ്റേ ഷിപ്പറിൻ്റെ യാർഡ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് വലിയ ദൂരമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 7 മണിക്കൂറിൻ്റെ അടുത്തേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കാഗോ ക്രോസ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല, ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഭയങ്കര തിരക്കുണ്ടാകുന്ന സമയമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇവിടുത്തെ ലോഡിങ് എല്ലാം പെട്ടെന്ന് കേട്ട് എന്തായാലും നമുക്കൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം പെട്ടെന്ന് റെഡിയായി. എന്താണ് നമുക്കൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഡെല്ലാം ഓൾറെഡി ക്ലിയർഡാണ്, ജസ്റ്റ് പേപ്പർ മേടിക്കുക, വിട്ടടിച്ച് പൊക്കോളുക. അപ്പം അങ്ങനെയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഇവിടുത്തെ സംഭവം എന്താണെന്ന് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിൻസ്പേയിൽ തന്നെ ഒരു പിക്കപ്പ് ലൊക്കേഷനിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോഡൊക്കെ പിക്ക് ചെയ്ത് ലോഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞ് പേപ്പർ കിട്ടിയപ്പോഴാണ് സംഭവം നമ്മളറിയും. അതിൻ്റെ അകത്ത് നമ്മളറിഞ്ഞ അതിൻ്റെ അകത്ത് അഡ്രസ്സൊക്കെ വേറെ വേറെയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് വിസ്കോൺസിനിലാണ് വരുന്നത്, അതല്ലാണ്ട് നമുക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ ചിക്കാഗോയിൽ ഏതോ ഒരു അഡ്രസ്സാണ് പറയുന്നത്. അപ്പോൾ മൊത്തം കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ കമ്പനിയെ വിളിച്ചിട്ട് ഈ പേപ്പറൊക്കെ അയച്ചു കൊടുത്തിട്ട് കമ്പനി വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സംഭവം ഇത് ബ്ലൈൻഡ് ലോഡാണ്, അപ്പം അത് ആ പേപ്പർ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. കാരണം ആ അഡ്രസ്സ് വെച്ചിട്ടാണ് അവർ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അത് ചിക്കാഗോയ്ക്ക് വേണ്ടിയാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്, പക്ഷെ പോകുന്നതും വിസ്കോൺസിനിലോട്ടാണ്. അപ്പം അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് ട്രക്ക് എടുത്തുകൊണ്ട് വന്നു. നമ്മൾ ലോഡ് കയറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് റീഗ്രൈൻഡാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഓൾറെഡി ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഷ്രെഡ് ചെയ്തിട്ടുള്ള പീസ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് പിന്നെയും പ്രോസസ്സ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ ആക്കാം, മറ്റേ
നമുക്ക് ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ ആക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാനുവൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 38,000 കണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് അങ്ങ് ചെക്ക് ചെയ്തു, കാരണം എല്ലാ ആക്സിലും നമുക്ക് ബാലൻസ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് നേരെ നമ്മുടെ വിൻസറിലുള്ള ഹസ്കി ട്രക്ക് സ്റ്റോപ്പിൽ പോയി അവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്തു. വെയിറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ബോർഡർ ക്രോസ് ചെയ്തു. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ ബോർഡറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പേപ്പറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് സീനാവുമെന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരൻ അധികം ചോദ്യം പോലും ചോദിച്ചില്ല, പെട്ടെന്ന് തന്നെ എങ്ങോട്ടോ പോകുന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്തു, വിട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ഇത് കാരണം നമുക്ക് കുറേ ലേറ്റ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ ലേറ്റ് ആയിരുന്നു, ഇവരുടെ റിപ്ലൈ വരാനൊക്കെ കാത്തു നിന്നിട്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ബോർഡർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മഴ ചാറുന്നുണ്ട്. ഇന്ന് പിന്നെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ കാനഡയിൽ വിക്ടോറിയ ഡേ, പബ്ലിക് ഹോളിഡേ. പക്ഷേ US ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഇന്നാണ് ഇവിടുത്തെ വിക്ടോറിയ ഡേ വരുന്നത്. അപ്പം ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് വലിയ തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പാർക്കിംഗ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ സമയമുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള സമയം വെച്ച് തന്നെ നമുക്ക് അവിടെ ഡെലിവറി ലൊക്കേഷനിൽ എത്താനുള്ള സമയമുണ്ട്. പക്ഷേ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അതിനൊരു 11 മിനിറ്റ് ഇപ്പുറത്ത് ഒരു വലിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ട്. വിസ്കോൺസിനിലെ റെസ്റ്റ് ഏരിയ നമ്പർ 11 or 12. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വലിയ ട്രക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ബിൽഡിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറേ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. നമ്മളൊന്നും നല്ല സൗകര്യം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്യാമ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റാണ്. അപ്പം അതാണെങ്കിൽ നമ്മുടെ ഈ ഡെലിവറി ലൊക്കേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എങ്ങാണ്ട് ഇപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ അതിന് മുമ്പിലൊക്കെ നമ്മളെപ്പോഴും കിടക്കുന്ന റോക്ക്ഫോർഡ്, ഫ്ലൈയിങ് ജേ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അവിടെ വേണമെങ്കിലും പോയി കിടക്കാം. പിന്നെ നാളെ നമുക്ക് ഇനിയിപ്പോൾ വെസ്റ്റ് ചിക്കാഗോയിൽ നിന്ന് വല്ലാണ് ലോഡെങ്കിൽ നമ്മളധികം സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ പ്രകാരം നമുക്ക് ഇവിടെ പോകാമെന്നാണ്. ആ ഫ്ലൈയിങ് ജേ നമ്മുടെ റെസ്റ്റ് ഏരിയ പോയി കിടക്കാമെന്നാണ്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ പ്ലാനൊക്കെ മാറിയേക്കാം. ചിലപ്പോൾ ഫ്ലൈയിങ് ജേ തന്നെ കയറി കിടന്നേക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5 മണിക്കൂറിൻ്റെ അടുത്ത് ഓടി നമ്മൾ. എന്നിട്ട് നമ്മൾ എപ്പോഴും കിടക്കുന്ന മിഷിഗൺ സിറ്റിയിലുള്ള ചിക്കാഗോയ്ക്ക് ഔട്ടർ ഏരിയയിൽ മിഷിഗൺ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പുതിയൊരു ലൗസിൽ, നമ്മളെപ്പോഴും കിടക്കുന്ന ലൗസിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. പിന്നെ നമ്മൾ ഒരു കാപ്പിയൊക്കെ എടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് ലോഡ് ആയതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ബിൽ ഓഫ് ലാഡിങ് കമ്പനിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് അവിടെ കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രെയിലറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, സീലും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 3.25 മണിക്കൂറാണ് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന റെസ്റ്റ് ഏരിയയിലുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് വിടാനായി. എന്തായാലും നമുക്ക് ട്രെയിലറും കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. നമ്മൾ കടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 90 വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ ബോർഡൊക്കെ വന്നു, മൊത്തം
എല്ലാ ലൈനും ബ്ലോക്കാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ട്രാഫിക് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. എല്ലാ ലൈനും ക്ലോസ് ആയിരുന്നു. നമ്മുടെ ഇത് ഫോണിൽ നോക്കിയാൽ അറിയാം, മൊത്തത്തിൽ ഇവിടെ ചുവന്ന കളറിൽ ഇങ്ങനെ കത്തി കിടക്കുന്നുണ്ട്. ഈ ആക്സിഡൻ്റ് ആണ് ഒരു 3/4 മണിക്കൂറായിട്ട് I-94 ട്രാഫിക് മൊത്തം ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്. ഒരു ബൈക്കിൻ്റെ ആക്സിഡൻ്റ് ആണ്. ഒരു ബൈക്ക് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, ഒരു ബൈക്ക് ഇടിച്ച് തകർന്ന് ആ മൂലയ്ക്ക് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അവിടെ കിടപ്പുണ്ട്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ഏകദേശം ഇവിടുത്തെ സമയം തന്നെയായി 10:30 നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ കാനഡയിലെ സമയം ഏകദേശം 11:30. അപ്പം ഇവിടുന്ന് നമുക്കിനി എനിക്ക് തോന്നുന്നത് 15-20 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. പിന്നെ നമുക്ക് നാളെ രാവിലെ 12 മണിക്കത്തെ അപ്പോയിൻമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ, എന്നോട് അങ്ങനെയായിരുന്നു പറഞ്ഞത്. 12 മണിക്കത്തെ അപ്പോയിൻമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ വേണമെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസിൽ ആരും ഡിസ്പാച്ചിൽ ഇപ്പം നൈറ്റ് ഷിഫ്റ്റിലുള്ള ഒരാൾ മാത്രമേ കാണുള്ളൂ. നാളെ രാവിലെ എണീറ്റിട്ട് വേണമെങ്കിൽ മാറ്റാൻ പറയാം. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മിക്സഡ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. കുറേ പേര് പറയുന്നുണ്ട് പെട്ടെന്ന് ഡെലിവറി അൺലോഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് പറയുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കാം. വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. തിരിക്കാനും മറിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുള്ള സ്ഥലമാണ്, ഡെലിവറി ലൊക്കേഷനാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റ് ഏരിയ തന്നെ എത്തി. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് വലിയ തിരക്കില്ല. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഒരു 5 മിനിറ്റ് അപ്പുറത്ത് ഒരു ലൗസ് ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഫുള്ളും അവിടെ സൈഡിൽ കൂടെ എല്ലാം അടുപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ട്രക്കുകൾ. പക്ഷേ ഇവിടെ അത്യാവശ്യം കുറേ പാർക്കിംഗ് ഉണ്ട്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ റെസ്റ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന റെസ്റ്റ് ഏരിയ. അപ്പോൾ ഇത് മൊത്തം പാർക്കിംഗ് ആണ്, മൊത്തം ട്രക്ക് പാർക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇപ്പുറത്തെല്ലാം കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് പിക്നിക് ഏരിയ പോലെയാണ്. നമുക്ക് മറ്റേ ഇത് നമ്മുടെ ഈ ഗ്രില്ല് ചെയ്യാനുള്ള സാധനവും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു പൂന്തോട്ടം പോലെയുള്ള സെറ്റപ്പും ഗാർഡൻ സെറ്റപ്പും എല്ലാം ഉണ്ട്. പിന്നെ അകത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്ന് വെച്ചാൽ കുറേ വരുന്നുണ്ട്, കുറേ ബാത്റൂം വരുന്നുണ്ട്. 2-3 സെറ്റൊക്കെ വരുന്നുണ്ട്. ഒരാ മെൻസിന് വേണ്ടി, അതേപോലെ തന്നെ ഫീമെയിൽസിന് വേണ്ടിയും 2-3 സെറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഫാമിലിക്ക് വേണ്ടി വേറെ ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റ് ഏരിയ ആണ് ഇവിടെ. ഞാൻ മിക്കവാറും ഇടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനിവിടെ കിടക്കലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറകിലും പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ ഈ ലൈനിൽ കൂടെ ഇടുന്നതല്ലാണ്ട് നമുക്ക് പുറകിലായിട്ട് ചേർത്ത് നിർത്താനും നമുക്ക് സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ആ റെസ്റ്റ് ഏരിയ തന്നെ നിന്നു. അത്യാവശ്യം എല്ലാം നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു, സീലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. നമുക്ക് നാളെ രാവിലെ നോക്കാം നേരത്തെ പോകണോ വേണ്ടിയെന്നുള്ള കാര്യം. കമ്പനി ചോദിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. നേരത്തെ പോകണമെങ്കിൽ നേരത്തെ പോയിട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പിക്കപ്പിന് നമുക്ക് പോകുമായിരുന്നു. എനിവേ അങ്ങനെ നമ്മൾ നേരത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ 9:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ അവിടെ നേരത്തെ കണ്ട ആക്സിഡൻറ്റിൻ്റെ അവിടെ ട്രാഫിക്കിൽ പെട്ടുപോയി. അതാണ് നമുക്ക് ഇങ്ങനെ ലേറ്റായി എത്തിയത്. പിന്നെ ഇന്നിപ്പം നമ്മുടെ പബ്ലിക് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് വലിയ തിരക്കും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നിപ്പം ഫുഡിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തൂർ റൊട്ടിയും പിന്നെ ദാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പ്രാവശ്യം ഷോപ്പിങ്ങിന് വന്നപ്പോൾ അവിടെ പച്ചച്ചീരത്തോരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ മേടിച്ചു. ഇത് ദാബ സ്റ്റൈൽ ചിക്കൻ കറി, തന്തൂർ റൊട്ടി, ഇത് പച്ചച്ചീരത്തോരൻ. വീട്ടിൽ മമ്മിക്കും പെങ്ങൾക്കൊക്കെ ഭയങ്കര നിർബന്ധം, ഞാൻ പച്ചക്കറി കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ
നമുക്ക് കിടക്കാം. ഇന്നലത്തെ ഉറക്കമാണെങ്കിൽ ശരിയായില്ല. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കടന്ന റെസ്റ്റ് ഏരിയൻ്റെ ബിൽഡിങ്ങും അതിൻ്റെ പരിസര പ്രദേശമൊക്കെ. അത്യാവശ്യം നല്ല ഗാർഡൻ സെറ്റപ്പിൽ എല്ലാം നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി. നല്ല ബിൽഡിംഗ് ആണ്. നമ്മുടെ ഈ ഭിത്തിയെ കൂടെ ഈ കല്ല് ടൈപ്പ് ഇതൊക്കെ പതിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഒരു സെറ്റ് വാഷ്റൂം. അത് ക്ലോസ്ഡ് ആണ് ക്ലീനിങ്ങിന് വേണ്ടി. പിന്നെ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അകത്താണേലും ഇന്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്കിനി ഈ ഒരു വാഷ്റൂം ക്ലീനിങ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ അടുത്ത സെറ്റ് വാഷ്റൂം ഉണ്ട്. അങ്ങോട്ട് പോവാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ ഈ വിസ്കോൺസിനിൽ ഈ സ്റ്റേറ്റിലെ കാര്യങ്ങളും ലൊക്കേഷനും മാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്. 10 മണിക്കൂറില്ല, ഇപ്പോൾ ഏകദേശം 11 മണിക്കൂർ നമ്മളിവിടെ ഓഫ് എടുത്തു. കാരണം ഇവിടുന്ന് 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് ബ്ലൈൻഡിലൂടെ ആയതുകൊണ്ട് കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. 2 പ്രാവശ്യം 3 പ്രാവശ്യം എല്ലാം മറ്റേ കൺഫേം ചെയ്യുമായിരുന്നു. നമ്മുടെ പഴയ ബിൽ ഓഫ് ലേഡിങ് കൊടുക്കാൻ പാടില്ല, പുതിയ അവരയച്ചു തന്നാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അവരിടയ്ക്ക് മെസ്സേജ് അയച്ചു എണീപ്പിച്ചു. അങ്ങനെ കുറച്ച് ഉറക്കത്തിൽ തന്നെ ഒരു ഇത് കിട്ടിയില്ല, കണ്ടിന്യൂവേഷൻ കിട്ടിയില്ല. എന്തായാലും നമ്മൾ എണീറ്റു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നേരത്തെ ഡെലിവറി ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവരെടുത്തോളൂ എന്ന്. അപ്പം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് 10 മണി ആവുന്നേ ഉള്ളൂ. നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോയി, നിങ്ങൾ നേരത്തെ ആ വീഡിയോ കണ്ട പോലെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റ് ഏരിയൻ്റെ ഉള്ളിൽ പോയി. പക്ഷേ അവിടെ ഒരു ബാത്റൂമിൻ്റെ നിങ്ങൾ ആ ബോഡി കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു സെറ്റ് ബാത്റൂം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ സെറ്റായിരുന്നു ഓപ്പണ്. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. നമുക്ക് കുറേ സെറ്റുകളുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റേതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായിട്ട് വന്നു. വണ്ടിയുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി റിട്ടേൺ ലോഡ് അയച്ചു തന്നു. റിട്ടേൺ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്ഥലത്ത് സെയിം സിറ്റിയിൽ സെയിം എക്സിറ്റിൽ നമ്മളിപ്പം ഡെലിവറി ചെയ്യുന്ന കമ്പനീൻ്റെ ഒരു 2-3 കമ്പനി ഇപ്പുറത്ത്. എന്നുവെച്ചാൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 500 മീറ്റർ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിക്കപ്പാണ് വരുന്നത്. പിക്കപ്പ് നമുക്ക് ഗ്ലാസിൻ്റെ ലോഡാണ് വരുന്നത്. അവിടെ പെട്ടെന്ന് അവർ ലോഡ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമുക്ക് ആദ്യം പെട്ടെന്ന് പോയി ഡെലിവറി ചെയ്യാം, എന്നിട്ട് പെട്ടെന്ന് പോയി നമ്മുടെ പിക്കപ്പും ചെയ്യാം. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ അവർ അതിൻ്റെ പുറകിലായിട്ടുള്ള, എന്ന് വെച്ചാൽ ഇത് ഗ്രാനുവൽസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു വെയർ ഹൗസിൻ്റെ പുറകിൽ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഡോക്കിൽ ഇടാൻ വേണ്ടി പോവാണ്. ഇത് ആ വെയർ ഹൗസിൻ്റെ പുറകുഭാഗമാണ്. ആകെ ഒരു ഒറ്റ ഡോക്കേ ഉള്ളൂ. മുമ്പിൽ വേറെ ഡോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഗ്രാനുവൽസിന് വേണ്ടി മാത്രമുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നിട്ട് ഡോക്കിലിടാം. അപ്പം ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ലോഡ്. ഗ്രാനുവൽസ് ഇതേപോലെ ബോക്സസിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 38 സംതിങ് ഉണ്ടായിരുന്നു. അതായത് നമുക്കിത് ഡോക്കിലിട്ട് വെക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് പഴയ വെയർ ഹൗസ് ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ അപ്പുറത്ത് വേണം ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇങ്ങോട്ട് വരാൻ വേണ്ടി. എന്തായാലും നമുക്ക് നോക്കാം.
ഗായ്സ്, അപ്പം നമ്മൾ ഡോക്കിലൊക്കെ ഇട്ടു. എന്തായാലും പെട്ടെന്ന് തന്നെ അവർ വന്നിട്ടുണ്ട്. ഡോക്കെല്ലാം ഓപ്പൺ ആക്കി അവർ എന്തൊക്കെയോ ഇൻസ്പെക്ഷനോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലോഡിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം അത് നന്നായി. നമ്മൾ റിവ്യൂസിൻ്റെ അകത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ടുവന്ന ഗ്രാന്യൂൾസൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർ 4-5 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത് അൺലോഡ് ചെയ്യാൻ വേണ്ടി. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവർ പെട്ടെന്ന് തന്നെ വന്ന് അൺലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് പിക്കപ്പും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിവേ, എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ പേപ്പറൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ ഫൈനിട്ട് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാം. അധികം ദൂരമില്ല ഇവിടെ നിന്ന്. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങോട്ട് ഉള്ളൂ തോന്നുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പിക്കപ്പ് എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ കഴിഞ്ഞു കേട്ടോ. അധികമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസിൻ്റെ ലോഡാണ്. ആകെ 2 പാലറ്റേ ഉള്ളൂ. അപ്പം ഇതാണ് ലോഡ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് 44,850 ഉണ്ടെന്നാണ് പറയുന്നത്. 44,850 പൗണ്ട് ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന 44,000 പൗണ്ട് മാത്രമേ നമുക്ക് US എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ആദ്യം പോയൊന്ന് സ്കെയിൽ ചെയ്യണം, എന്നിട്ടേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ട്രിപ്പ്. എന്തായാലും നമുക്ക് വണ്ടി മുമ്പോട്ട് എടുത്തിടാം. അതുമല്ല, അതിൻ്റെ കൂടത്തെ ഒരു സീല് തന്നിട്ടില്ല. അപ്പോൾ അതും ഒന്ന് ചോദിക്കണം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ലോഡെല്ലാം ഓക്കെ ആക്കി സെക്യൂർ ചെയ്തു. സെക്യൂർ അവർ തന്നെ ചെയ്തായിരുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ ഇട്ടു. ഡോക്യുമെൻറ്റ്സ് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ പിന്നെ നമുക്ക് ഇനിയിപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊക്കോമോളി തേച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ സ്ട്രിപ്സ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതതിൻ്റെ മുകളിൽ മുറിച്ചിട്ടു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇത് കഴിച്ച് കുറച്ച് ജ്യൂസും കൂടെ കുടിച്ചിട്ട് നമുക്ക് അടിച്ചുമുട്ട് പോവാം. A few moments later. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല. നമ്മൾ ചിക്കാഗോ നേരത്തെ കണ്ടപ്പോൾ ഫുള്ള് ട്രാഫിക്കായിരുന്നു. നമ്മൾ 4 മണിയായപ്പോൾ ചിക്കാഗോയുടെ ബൈപ്പാസിലോട്ട് കയറിയിട്ട് നമ്മൾ ചിക്കാഗോയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 6:15 കഴിഞ്ഞു. 2.25 മണിക്കൂർ ഫുള്ള് അവിടെ ഇവിടെ എല്ലാം ട്രാഫിക്കായിട്ട് പെട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് എണ്ണയൊക്കെ അടിച്ച് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഓടിക്കഴിഞ്ഞാലും അവിടെ എത്താൻ പാടായിരിക്കും. നമ്മുടെ കമ്പനിയിൽ എത്താൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും കിടക്കുന്ന ആ ഒരു ലൗസിൽ തന്നെ കടന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ എണ്ണയൊക്കെ അടിച്ചിട്ട് ഞാൻ ഇവിടെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഓഫാക്കിയിട്ട് ഞാൻ
ബില്ല് മേടിക്കാൻ വേണ്ടി ഞാൻ അകത്ത് പോയിരിക്കുമായിരുന്നു. തിരിച്ചു വന്നിട്ട് ഇപ്പോൾ നോക്കിയപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഈവൻ ഒന്ന് ക്രാങ്കിങ് പോലും ആവുന്നില്ല. ഞാൻ കുറേ എന്തൊക്കെയോ ചെയ്ത് നോക്കി, കുറച്ച് നേരം ഓഫാക്കി വെച്ച് നോക്കി, പിന്നെ ഞാൻ നമ്മുടെ താഴത്തെ മെയിൻ സ്വിച്ച് ഓഫാക്കി നോക്കി, എന്നിട്ടൊന്നും സാധനം വർക്കാവുന്നില്ല. അതിനിപ്പം ഞാൻ എന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രോപ്പർട്ടി മാനേജർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ രാത്രിയായി. ഇവിടെ ഏകദേശം 9 മണിയായി, കാനഡയിൽ ഏകദേശം 10 മണിയായി. അപ്പോൾ ഇനിയിപ്പം ഇപ്പോഴത്തേനൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ലൗസിൽ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ സർവീസ് സെൻ്റർ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇനിയിപ്പോൾ ലാഭമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്യുമായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പം ക്രാങ്കിങ് പോലും ആവാത്തതുകൊണ്ട് സ്റ്റാർട്ടറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റാർട്ടർ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവുമെന്നാണ് പറയുന്നത്. മീൻസ് തണുത്ത് കഴിയുമ്പോഴത്തേനും നീ ഒന്ന് അടിച്ചു നോക്കാം, അപ്പോഴത്തേനും ചിലപ്പോൾ സ്റ്റാർട്ടാവുന്നു. അങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പിന്നെ എവിടെയും നിർത്തണ്ട, തിരിച്ച് കമ്പനിയിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറ്റിക്കോളുന്നു. കാരണം പുറത്തുനിന്ന് മാറ്റുന്നതിന് സർവീസ് ചാർജും അതും ഇതൊക്കെ വേറെ ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കമ്പനി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പുണ്ട്, അവിടെ നമുക്ക് മെക്കാനിക്ക് എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പാട്ട് മാത്രം മേടിച്ചാൽ മതി, അവർ തന്നെ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് മാറ്റിക്കോളും. നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ ഒരു 7-8 മണിയാകുമ്പോഴത്തേനും ഇൻഫോം ചെയ്താൽ മതി. പുള്ളിക്കാരൻ അപ്പം തന്നെ വന്നിട്ട് സർവീസിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ അതിൻ്റെ പുറകെയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പനിക്ക് മെയിൽ അയച്ചു, കമ്പനിയിൽ ഡിസ്പാച്ചിനെ ഇൻഫോം ചെയ്തു, അവരെ ഫോണും വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇതിനനുസരിച്ച് ഇത് ശരിയായതിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പം എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ തൽക്കാലം ഉള്ള വട്ടത്തിലും ഇതിലൊക്കെ ഇരിക്കുന്നു. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, അതുകൊണ്ട് AC കുന്നൊന്നും വർക്കാവുന്നില്ല. ഇപ്പോഴാണ് AC-ൻ്റെ വില അറിയുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇവിടെ നല്ലൊരു മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഒരു തണുപ്പുണ്ട്. നമ്മളൊന്ന് നമ്മുടെ മിററും കൂടെ താത്തിയിട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സൈഡ് വിൻഡോയും കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. ബാക്കി നമുക്ക് ഇനിയിപ്പം നാളെ രാവിലെ കാണാം എന്താണ് നടക്കുന്നതെന്ന്. ആ ഒരൊറ്റ ക്രാങ്കിനങ്ങ് ശരിയായാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് വെളുപ്പിനെ അങ്ങ് അടിച്ചും വിട്ട് പോയി കമ്പനിയിൽ നിന്ന് ശരിയാക്കാം. ഇവിടുന്ന് ഇനിയിപ്പോൾ വേറെ ഒരാളെ വന്ന് അവർ ചെക്ക് ചെയ്ത് അതൊക്കെ വലിയാണ്. പിന്നെ എൻ്റെ മുത്ത് ഇത്രയും കാലത്തിന് ശേഷം എന്നെ ഇതുവരെ വഴിക്കാക്കിയിട്ടില്ല. ഇതാദ്യമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം യാർഡിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതും ഇപ്പം ഓണാവാത്തത് പ്രശ്നം. അത് കറക്റ്റ് നമ്മൾ കടക്കാൻ വേണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷമാണ് ഇതായത്. ഇതിപ്പോൾ നമ്മൾ ആ വെണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ഫുള്ള് ട്രാഫിക് ജാം ആയാനായിരുന്നു, വലിയ ഇഷ്യൂ ആയാനായിരുന്നു. ഇപ്പം നമ്മൾ പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ കടന്നാലും കുഴപ്പമില്ല. അതേപോലെ ഇതിനു മുമ്പ് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം യാർഡിൽ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുറത്തുനിന്ന് എൻ്റെ മുത്ത് ഇതുവരെ എന്നെ വഴിക്കാക്കിയിട്ടില്ല. അങ്ങനെ ഇനിയിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. എനിവേ എന്തായാലും നമുക്ക് നോക്കാം. നാളെ രാവിലത്തേനെ ഇവൻ ഓക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ വെളുപ്പിനെ തന്നെ എണീറ്റ് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിവേ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം.